friends, welcome back to amiZ Cook and Craft. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സ്ട്രോ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ സ്ട്രോ വെച്ചിട്ട് ചെറിയ ചെറിയ 3D ഷേപ്സ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വലിയൊരു ബോളാണ് സ്ട്രോ വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത്. സോ വീഡിയോ മുഴുവനായിട്ടും കാണാം. സ്ട്രോയും അതുപോലെ തന്നെ ത്രെഡും മാത്രമാണ് ഈ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യാം. ഏത് ടൈപ്പ് സ്ട്രോ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പേപ്പർ സ്ട്രോ ആണ് എടുത്തിട്ടുള്ളത്. അത് 7 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഇതേപോലെ കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ത്രെഡിൽ ഒരു ഈർക്കിളിയോ ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ നീഡിലോ കോർത്തെടുക്കണം. ഈർക്കിളി കോർത്തെടുക്കലാണ് കുറച്ചുകൂടിയും സിമ്പിളായിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മൾ ആദ്യം 4 പീസ് ഇതേപോലെ കോർത്ത് കൊടുക്കുക. നമുക്ക് ആദ്യം ഒരു സ്ക്വയർ ആണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 സ്ട്രോ ഇതേപോലെ കോർത്ത് കൊടുത്തിട്ട് അതിൻ്റെ എൻഡ് രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടുക. ഇനി ആ കെട്ടിയ എൻഡിൽ 3 സ്ട്രോ കൂടി കോർത്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അവിടെ നിന്ന് 2 സ്ട്രോ കൂടി കോർത്ത് കൊടുക്കണം. അതിനുശേഷം ഓപ്പോസിറ്റ് കോർണറിലേക്ക് ഇതേപോലെ കെട്ടി കൊടുക്കുക. നമുക്കൊരു ക്യൂബാണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതിനുശേഷം ക്യൂബിൻ്റെ ബാക്കി സൈഡും ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. നമുക്കറിയാലോ ഒരു ക്യൂബ് ആകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വരാമെന്ന്. അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഫൈനലി നമുക്ക് ഒരു എഡ്ജ് കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ടാകും. അപ്പോൾ അതുകൂടി ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ക്യൂബ് ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യൂബ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതുമേൽ കൂടെ നമ്മളൊരു 4 ക്യൂബ് കൂടി കണക്ട് ചെയ്ത് കൊടുക്കണം. 3 എണ്ണം ഓൾറെഡി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ കൂടി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോർണറിൽ ത്രെഡ് കെട്ടി കൊടുക്കുക. അതിനുശേഷം 3 പീസ് സ്ട്രോ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് കോർണറിൽ ഇതേപോലെ കെട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. മുകളിലൊരു സ്ക്വയറിൻ്റെ ഷേപ്പ് കിട്ടും. അതിനുശേഷം അത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗത്ത് ഒന്നുകൂടി അതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 സൈഡിലും സ്ക്വയർ കിട്ടും. ഇനി നമ്മൾ 2 എഡ്ജ് കൂടി കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും. ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ക്യൂബിൻ്റെ 6 സൈഡിൽക്കും 2 ക്യൂബ് വീതം കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പിലാണ് കിട്ടുക. ഒരു 3D പ്ലസ് ഷേപ്പാണ് വരിക. ഇത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവില്ല, പക്ഷെ ചെയ്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്യൂബ് എപ്പോഴും സെൻറ്റർ ക്യൂബായിട്ട് വയ്ക്കുക. ആ സെൻറ്റർ ക്യൂബിൻ്റെ 8 എഡ്ജിലും ഇതേപോലത്തെ ഒരു ഷേപ്പ് ഫോം ചെയ്തിട്ടുണ്ടാവും. 2 സ്ട്രോ വന്നിട്ട് ഒരു L ഷേപ്പാവും ഫോം ചെയ്തിട്ടുണ്ടാവുക. ആ L ഷേപ്പ് ഒരു ട്രയാങ്കിളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 എഡ്ജിലും കൂടിയിട്ട് 10 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രോ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആവും. ഇങ്ങനെ നമുക്ക് 8 സൈഡിൽ ചെയ്യാനായിട്ട്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഒരു എൻഡിൽ ത്രെഡ് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് അതിൽ സ്ട്രോ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ത്രെഡ് കട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് എൻഡിൽ കെട്ടി കൊടുക്കുക. അപ്പോൾ ആ സ്ട്രോൻ്റെ പീസ് അവിടെ കണക്റ്റ് ആയിട്ടിരിക്കും. ഇങ്ങനെ നമ്മൾ ചുറ്റും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഇരുപത്തിനാല് പീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് കിട്ടുക. ഇനി ബാക്കി എൻഡിലായിട്ട് 6 ക്യൂബ് കൂടി ഉണ്ടാവും. ആ 6 ക്യൂബിൻ്റെ 4 സൈഡിലായിട്ടും പിരമിഡ് ഫോം ചെയ്യുക. അതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. കണ്ട ഇതേപോലെ 4 സൈഡിലും പിരമിഡ് ഫോം ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യൂബിൻ്റെ ഒരു സൈഡ് എടുക്കുക, എന്നിട്ട് ഒരു കോർണറിൽ ത്രെഡ് കെട്ടിയിട്ട് 2 സ്ട്രോ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഓപ്പോസിറ്റ് കോർണറിൽ കെട്ടിക്കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും 2 സ്ട്രോ ഇട്ടിട്ട് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ആ 2 എണ്ണത്തിൻ്റെയും ടോപ്പ് ഭാഗം ഇതേപോലെ ത്രെഡ് യൂസ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ പിരമിഡ് കിട്ടും. അങ്ങനെ നമ്മൾ ക്യൂബിൻ്റെ 4 സൈഡിലും ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് 6 ക്യൂബ് ഉണ്ടാവും ഇതേപോലത്തെ. ആ 6 ക്യൂബിൻ്റെ 4 സൈഡിലും ചെയ്ത് കൊടുക്കണം. ഈ സ്ട്രോൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് എല്ലാ ക്യൂബിൻ്റെ 4 സൈഡിലും അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഇപ്പോൾ ചെയ്തെടുത്ത പിരമിഡ് ഉണ്ടല്ലോ, ആ പിരമിഡ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള സ്ട്രോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു പിരമിഡിൻ്റെ ടോപ്പിൽ ത്രെഡ് കെട്ടിക്കൊടുക്കുക, എന്നിട്ട് ഈ സ്ട്രോ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് പിരമിഡിൻ്റെ ടോപ്പിലേക്ക് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ആ 2 പിരമിഡും തമ്മിൽ അവിടെ ജോയിൻ്റ് ആയിട്ട് ഇരുന്നോളും. അടുത്തടുത്തുള്ള പിരമിഡ് തമ്മിൽ വേണം ജോയിൻ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ചെയ്യാനുള്ളത് ഈ ഗ്രീൻ കളർ ട്രയാങ്കിളിൻ്റെ മുകളിലായിട്ടൊരു ട്രയാങ്കിൾ പിരമിഡ് ഉണ്ടാക്കണം. ഈ ഗ്രീൻ കളർ ട്രയാങ്കിൾ നമ്മൾ ഫസ്റ്റ് ക്യൂബിൻ്റെ കോർണർ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ട്രയാങ്കിൾ പിരമിഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ സ്ട്രോൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എൻഡിൽ ത്രെഡ് കെട്ടിക്കൊടുക്കുക, അതിനുശേഷം 2 സ്ട്രോ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഓപ്പോസിറ്റ് എൻഡിൽ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ഒരു എൻഡിൽ കൂടി ഒരു സ്ട്രോ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ടോപ്പ് ഭാഗം തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ട്രയാങ്കിൾ പിരമിഡ് കിട്ടും. ഇതേപോലെ നമുക്കൊരു 8 സൈഡിൽ ചെയ്യാനുണ്ടാവും. ആ 8 സൈഡിലും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഇനി വേണ്ടത് 12.5 സെൻറ്റിമീറ്ററിൻ്റെ 24 പീസ് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ 11.5 സെൻറ്റിമീറ്ററിൻ്റെ 48 പീസും കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇപ്പോൾ ചെയ്ത ട്രയാങ്കിൾ പിരമിഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രോ കട്ട് ചെയ്തെടുത്തത്. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബോൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. നമുക്കൊരു 8 സൈഡിൽ ഇതേപോലെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഓരോ സൈഡിലും 9 കോർണറിൽ നിന്ന് പിരമിഡിൻ്റെ ടോപ്പിലേക്ക് കണക്ട് ചെയ്യാനുണ്ട്. നമ്മളൊരു 5 സെൻറ്റിമീറ്റർ സ്ട്രോ കണക്ട് ചെയ്തൊരു ഭാഗമുണ്ട്, അവിടെ നിന്നാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഒരു എൻഡിൽ ത്രെഡ് കെട്ടിക്കൊടുക്കുക, അതിനുശേഷം 11.5 സെൻറ്റിമീറ്റർ നീളമുള്ള സ്ട്രോ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ പിരമിഡിൻ്റെ ടോപ്പിൽ കൊണ്ടുപോയിട്ട് കെട്ടിക്കൊടുക്കുക. അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്ററിൻ്റെ അപ്പുറത്തെ എൻഡിലും ത്രെഡ് കെട്ടിക്കൊടുക്കുക, 11.5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള സ്ട്രോ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ പിരമിഡിൻ്റെ ടോപ്പിൽ കെട്ടിക്കൊടുക്കുക. ഇതേപോലെ നമുക്ക് 5 സെൻറ്റിമീറ്ററിൻ്റെ 3 സ്ട്രോ ഉണ്ടാവും. ആ 3 സ്ട്രോൻ്റെയും 2 എൻഡിൽ നിന്നും ഇതേപോലെ കെട്ടിയിട്ട് പിരമിഡിൻ്റെ ടോപ്പിൽ കെട്ടിക്കൊടുക്കണം. ഇനി ബാക്കിയുള്ളത് 3 കോർണറാണ്. അവിടെ നമ്മൾ 12.5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള സ്ട്രോ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എൻഡിൽ ത്രെഡ് കെട്ടിക്കൊടുക്കുക, അതിനുശേഷം സ്ട്രോ കണക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ പിരമിഡിൻ്റെ ടോപ്പിലേക്ക് കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മുഴുവനും ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ 9 കോർണറിൽ നിന്നുള്ള സ്ട്രോൻ്റെ കണക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള 7 സൈഡ് കൂടി ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോൾ കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല കളറിലുള്ള സ്ട്രോ എടുത്തത്. ഏതെങ്കിലും 2 കളർ യൂസ് ചെയ്യുമ്പോഴാണ് ഇത് കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. ഫൈനലി നമ്മളെ ബോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നത്. ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു ട്രിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സിമ്പിളാണ് ചെയ്യാനായിട്ട്. എൻ്റെ വാപ്പയാണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിതുപോലെ തന്നെ സ്റ്റാറും ഫ്ലവേഴ്സും പല ഷേപ്പും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഇടുന്നതായിരിക്കും.
നമ്മളിതിൽ LEDs കണക്ട് ചെയ്തിട്ട് റൂമിൽ ഹാങ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് കാണാൻ അടിപൊളിയായിരിക്കും. സെയിം ലാൻറ്റേൺ പോലെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സംഭവം ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. സിമ്പിളായിരിക്കും ചെയ്യാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യാണ്. ബി സേഫ് അറ്റ് ഹോം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദാൻ ടേക്ക് കെയർ. ബൈ ബൈ.